ഞാൻ ഡോക്ടർ ഡേവിഡ് പുതുക്കാടൻ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിയിൽ കോർണിയ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു വരുന്നു. ഇന്ന് ഞാൻ പ്രധാനമായി സംസാരിക്കാൻ പോകുന്നത് ഐ ഡൊണേഷൻ അല്ലെങ്കിൽ നേത്രദാനത്തെക്കുറിച്ചാണ്. എന്താണ് നേത്രദാനം? നമുക്ക് നേത്രദാനത്തെ പറ്റി പറയുമ്പോൾ മിക്കവരും പറയുന്ന ഒരു കാര്യം കണ്ണ് മുഴുവനായിട്ട് ദാനം ചെയ്യും. നേത്രദാനത്തിൽ നമ്മൾ പ്രധാനമായും നേത്രപടലം അഥവാ കോർണിയ മാത്രമാണ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, അഥവാ ദാനം ചെയ്യുന്നത്. ആർക്കെല്ലാമാണ് നേത്രദാനം കൊണ്ട് ഗുണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്കെല്ലാമാണ് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരുന്നത്? കോർണിയ എന്ന് പറഞ്ഞാൽ അഥവാ നേത്രപടലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ബ്രൗൺ കളറിൽ നമ്മൾ കാണുന്ന ഭാഗത്തെയാണ് നേത്രപടലം എന്ന് പറയുന്നത്. നേത്രപടലത്തിൻ്റെ പ്രധാന ജോലി നമുക്ക് കണ്ണിൻ്റെ ഉള്ളിലേക്കുള്ള വെളിച്ചം കടത്തിവിടുക എന്നാണ്. നേത്രപടലത്തിൻ്റെ സുതാര്യത അഥവാ ട്രാൻസ്പെറൻസി നമുക്ക് കാഴ്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന സുതാര്യത അഥവാ ക്ലാരിറ്റിയെ ബാധിക്കുന്ന അസുഖങ്ങളെല്ലാം നമ്മുടെ കാഴ്ചയെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ കോർണിയയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, കോർണിയയിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, കോർണിയയുടെ ക്ലാരിറ്റി ബാധിക്കുന്ന അസുഖങ്ങൾ, ഇതെല്ലാം നേത്രപടലത്തിൻ്റെ സുതാര്യതയെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സുതാര്യതയെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നേത്രപടലം നമ്മൾ ഈ കോർണിയ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നത് അഥവാ നമുക്കൊരു ബ്ലാക്ക് കളറിൽ കാണുന്നതിൻ്റെ നിറം മാറുകയും അത് വൈറ്റായി പോവുകയും ചെയ്യും, വെള്ള കളറായി പോവുകയും ചെയ്യും. അപ്പോൾ വെള്ള കളറാകുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കടത്തുന്നില്ല. അപ്പോൾ വെളിച്ചം കടത്തി വിടുന്നതിന് നമുക്ക് പിന്നെയുള്ളൊരു വഴി, ഏക മാർഗം എന്തെങ്കിലും കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക എന്നാണ്. അപ്പോൾ മറ്റൊരാൾ മരണശേഷം ദാനം ചെയ്യുന്ന നേത്രപടലം നമ്മൾ എടുക്കുകയും അത് ഈ രോഗിയുടെ കണ്ണിൽ തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നേത്രപടലം ആർക്കെല്ലാം ദാനം ചെയ്യാന്ന് വെച്ചാൽ മരണശേഷം 6 മണിക്കൂറിനുള്ളിൽ നേത്ര ബാങ്കിനെ അറിയിക്കുകയാണ് ഏതൊരു വ്യക്തിക്കും നേത്രപടലം ദാനം ചെയ്യാം. ഇതിനുള്ള കോൺട്രാ ഇൻഡിക്കേഷൻസ് പ്രധാനമായും രക്തത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, HIV ഇതുപോലെയുള്ള പകർച്ചവ്യാധികളുള്ള വ്യക്തികൾക്ക് നേത്രപടലം ദാനം ചെയ്യാൻ പറ്റുകയില്ല. അതുപോലെ നേത്രപടലത്തെ ബാധിച്ചുള്ള ഇൻഫെക്ഷൻസോ അഥവാ നേത്രപടലത്തിൻ്റെ ക്ലാരിറ്റി എഫക്റ്റ് ചെയ്യുന്ന കോർണിയൽ ഇൻഫെക്ഷൻസോ സ്കാർസോ ഉള്ള വ്യക്തികൾക്കോ നേത്രപടലം ദാനം ചെയ്യാൻ പറ്റില്ല. പിന്നീട് നല്ലൊരു ശതമാനം ആൾക്കാരും ചോദിക്കും, ഞാനിത് സമ്മതപത്രം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനിത് എങ്ങനെയാണ് എനിക്ക് നേത്രപടലം ദാനം ചെയ്യണമെന്ന് മറ്റൊരു വ്യക്തിയെ അറിയിക്കുക? അതിന് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് കഴിയുമെങ്കിൽ ഒരു സമ്മതപത്രം ഐ ബാങ്കിനെ അറിയിക്കുക. നിങ്ങളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സോ അതോ ബന്ധുക്കളോടോ നിങ്ങളുടെ സമ്മതം, എനിക്ക് എൻ്റെ കണ്ണുകൾ ദാനം ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടെന്ന് അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ മരണശേഷം അവർക്ക് ഐ ബാങ്കിനെ അറിയിക്കുക. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഐ ബാങ്കിനെ അറിയിക്കുകയാണെങ്കിൽ അവിടുന്ന് ഒരു ടീം വരികയും നേത്രപടലങ്ങൾ ദാനത്തിനായി എടുക്കുകയും ചെയ്യുന്നു. നേത്രപടലങ്ങൾ നോർമലി 6 മണിക്കൂർ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 6 മണിക്കൂറിനുള്ളിൽ നമ്മൾ എടുക്കേണ്ടതാണ്. 6 മണിക്കൂറിനുള്ളിൽ നേത്രപടലം എടുക്കുകയാണെങ്കിൽ അത് കേടുവരാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള മീഡിയംസും ഉണ്ട്. MK മീഡിയം, കോർണിസോൾ എന്നുള്ള 2 മീഡിയങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കിത് അഴുകിപ്പോകാതെ നമുക്ക് മിനിമം 15 ദിവസം വരെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഈ ഒരു കാലയളവിൽ നമുക്ക് ഇതിന് ട്രാൻസ്പ്ലാന്റിന് ക്വാളിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ കറക്റ്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഒരു രോഗി വരികയാണെങ്കിൽ നമുക്കിത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മൾ മരിച്ചൊരു വ്യക്തിയുടെ കണ്ണ് ജീവനുള്ള ഒരാളിൽ മാറ്റിവെക്കുകയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു സർജറി വഴി നേത്രപടലം കട്ട് ചെയ്ത് മുറിച്ചെടുക്കുകയും തുന്നലുകൾ ഉപയോഗിച്ച് വേറൊരു രോഗിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുക. ഇത് തുന്നലുകൾ ഉള്ള കാരണം ഇതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റും ഫോളോ അപ്പ് കെയറും വേണ്ടതാണ്. ഇതിന് തുടർന്ന് ചികിത്സയും ട്രീറ്റ്മെൻറ്റും വേണ്ടതാണ്.